നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടവല്ലൂർ കല്ലുംപുറത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ചാലിശ്ശേരി ചീരൻ വീട്ടിൽ 58 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. സംഭവത്തിൽ കാൽനട യാത്രക്കാരി സുബിതയ്ക്കും പരിക്ക്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ പോലീസ് ആക്രമണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. എരുമപ്പെട്ടിയിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥക്കിടയാക്കി. പന്നിത്തടത്തും പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. സമരത്തിനിടയിലേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റിയതും സംഘർഷത്തിനിടയായി. അക്കിക്കാവ് പഴഞ്ഞി റോഡ് ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി തീരദേശ പഞ്ചായത്തുകൾ ഉൾപ്പെടെ 4 തദ്ദേശ സ്ഥാപന പരിധിയിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെട്ടു. വാഹന ഗതാഗതം വീണ്ടും താറുമാറായി. കോടികളുടെ വികസന പ്രവൃത്തികൾ പൂർത്തിയായതോടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഒരുങ്ങി പാറന്നൂർ ചിറ. പാവങ്ങളുടെ വാഴച്ചാൽ എന്നറിയപ്പെടുന്ന ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ ചിറയുടെ നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. വിശദമായ വാർത്തയിലേക്ക്. കടവല്ലൂർ കല്ലുംപുറത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ചാലിശ്ശേരി ചീരൻ വീട്ടിൽ 58 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ കല്ലുംപുറം സെന്ററിൽ വെച്ചായിരുന്നു അപകടം. കൊല്ലത്ത് നിന്നും കോഴിക്കോട്ടേക്ക് കുടുംബവുമായി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഓടിച്ചിരുന്ന അക്ഷയനെ പരിക്കുകളോടെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടറോഡിൽ നിന്നും വന്നിരുന്ന സ്കൂട്ടറിൽ കാർ ഇടിക്കുകയും ബാബു റോഡിൽ തലയിടിച്ചു വീഴുകയും ചെയ്തു. നാട്ടുകാർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തലക്കിടിയേറ്റതിനാൽ സംഭവ സ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു. ബാബുവിന്റെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറ്റൊരു ഓട്ടോയിലും ഇടിച്ചിരുന്നു. ബാബു പെയിന്റിംഗ് തൊഴിലാളിയാണ്. കാൽനട യാത്രക്കാരിയായ കല്ലുംപുറം പൊത്തല്ലിപ്പറമ്പിൽ പ്രഭാകരൻ ഭാര്യ സുബിതയ്ക്കും പരിക്കേറ്റിരുന്നു. പ്രീതിയാണ് മരിച്ച ബാബുവിന്റെ ഭാര്യ. സ്റ്റെബിൻ, ജബിൻ എന്നിവർ മക്കളാണ്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. വെള്ളിയാഴ്ച രാത്രി 10:30 എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ റോഡ് ഉപരോധിച്ചത്. ഇതേ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനുശേഷം പ്രകടനമായി എത്തിയ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പോലീസ് സ്റ്റേഷനിലുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് നേതാക്കളെയും പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, ബ്ലോക്ക് നേതാക്കളായ NK കബീർ, MH നൌഷാദ് കബീർ, K ഗോവിന്ദൻകുട്ടി, നജീബ് കൊമ്പത്തേയിൽ, രഘു കരിയന്നൂർ, റസാഖ് എരുമപ്പെട്ടി, വർഗീസ് തിപ്പല്ലൂർ, ജെയ്സൺ മങ്ങാട്, രവി എരുമപ്പെട്ടി തുടങ്ങിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് നടന്ന പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, AU മനാഫ്, AV ബിജു, ഹൈദർ കരിയന്നൂർ, MA ഉസ്മാൻ, സുനിൽകുമാർ, റഫീഖ് ഐനിക്കുന്നത്ത്, വിഷ്ണു ചിറമനേങ്ങാട് എന്നിവർ നേതൃത്വം നൽകി. തൃത്താലയിൽ ഗതാഗതം സ്തംഭിപ്പിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ റോഡ് ഉപരോധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉൾപ്പെടെയുള്ള 8ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. VT ബൽറാം ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? 10 വർഷം അധികാരത്തിലിരിക്കാൻ അവസരം ലഭിച്ചു എന്നതിന്റെ പേരിൽ ഈ കേരളം
കാലാകാലം നിങ്ങൾക്ക് തീരെഴുതി കിട്ടിയതാണ് എന്നുള്ള ഏതെങ്കിലും തെറ്റിദ്ധാരണ പിണറായി വിജയനോ ആ വിജയന് ഒത്താശ ചെയ്യുന്ന ഇവിടത്തെ ഏതെങ്കിലും കാക്കിയിട്ട ഏവാനോ തോന്നുന്നുണ്ട് എങ്കിൽ ആ തോന്നലിനൊക്കെ ഇനി മാസങ്ങളുടെ മാത്രം ആയുസേ ഉള്ളൂ എന്ന് ഒന്ന് കരുതി വച്ചാൽ നല്ലതാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പന്നിത്തടത്ത് റോഡ് ഉപരോധിച്ചു. സമരത്തിനിടയിലേക്ക് ബൈക്ക് യാത്രക്കാരൻ ബൈക്ക് ഓടിച്ചു കയറ്റിയത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടത്ത് പ്രകടനവും റോഡ് ഉപരോധവും നടത്തിയത്. പന്നിത്തടം സെന്ററിൽ പ്രവർത്തകർ ഉപരോധിച്ചതോടെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലും 15 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഇതിനിടയിൽ ബൈക്ക് യാത്രികൻ സമരത്തിനിടയിലേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഒരു പ്രവർത്തകന്റെ കാലിൽ ബൈക്ക് തട്ടിയതിനെ തുടർന്ന് സമരക്കാരും ബൈക്ക് യാത്രക്കാരും തമ്മിൽ രൂക്ഷമായി വാക്കേറ്റവും ഉണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി. ശേഷം വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ വഴി ഒരുക്കിക്കൊടുക്കുകയും ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, MH നൌഷാദ്, സജീവൻ ചാത്തനാത്ത്, യാവുട്ടി ചിറമനേങ്ങാട്, രഞ്ജു താരു, റഫീഖ് ഐനിക്കുന്നത്ത്, വിഷ്ണു ചിറമനേങ്ങാട്, MP സിജോ തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ പോലീസ് ആക്രമണത്തിൽ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നെല്ലുവായ് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. കോൺഗ്രസ് മുതിർന്ന നേതാവ് NK അലി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചിറമനേങ്ങാട്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സജീവ് ചാത്തനാത്ത്, സെക്രട്ടറി MH നൌഷാദ്, മണ്ഡലം പ്രസിഡന്റുമാരായ MM നിഷാദ്, ഷറഫു പന്നിത്തടം, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനയകുമാർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, ജില്ലാ സെക്രട്ടറിമാരായ KR രാധിക, വിജിനി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി സെന്റ് മേരീസ് ഹോസ്പിറ്റലിന് സമീപം സ്കൂട്ടറിന് മുന്നിലേക്ക് നായ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. മഴുവഞ്ചേരി അറങ്ങാശ്ശേരി വീട്ടിൽ പത്രോസ്, റീജ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോർക്കുളം പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വികസന സദസ്സ് സംഘടിപ്പിച്ചു. തുടർച്ചയായി 100% പദ്ധതി വിഹിതം വിനിയോഗിച്ച പഞ്ചായത്താണ് പോർക്കുളം. വേദക്കാട് ക്ഷേത്രം ഹാളിൽ നടന്ന സദസ്സ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഭരണകാലയളവിൽ ഒരു പഞ്ചായത്തിന് ചെയ്യാൻ സാധിക്കുന്നതിലുപരിയുള്ള വികസനമാണ് ഇവിടെ കാണാനാകുന്നതെന്ന് MLA പറഞ്ഞു. വനിതകൾക്കും കുട്ടികൾക്കുള്ള അംഗൻവാടികൾ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടൽ നടത്തി. വിദ്യാഭ്യാസ കലാകായിക രംഗത്ത് ഉള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല സംഖ്യ ചെലവഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പഞ്ചായത്ത് ഗവൺമെൻറ് ആദ്യ ഘട്ടത്തിൻ്റെ പണി കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിലേക്ക് 60 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ നമുക്ക് അംഗീകാരം തരാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ നിലവാരം നമുക്ക് മെച്ചപ്പെടുത്തി ചെറുപ്പക്കാർ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. പഞ്ചായത്തിൻ്റെ 5 വർഷത്തെ വികസനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസന വിസ്മയമെന്ന വികസനരേഖയുടെ പ്രകാശനം MLAയും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ചേർന്ന് നിർവഹിച്ചു. മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് തനതു വരുമാനം തീരെ കുറഞ്ഞ പോർക്കുളത്ത് MLAയുടെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾക്ക് ഫണ്ട് അനുവദിച്ചതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ AC മൊയ്തീനെ നന്ദി അറിയിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ അഖില മുകേഷ്, PC കുഞ്ഞൻ, ആസൂത്രണ സമിതി അംഗം KM നാരായണൻ, പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ച ഡോക്യുമെൻ്ററിയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു.
അക്കിക്കാവ് പഴഞ്ഞി റോഡ് ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി 4 പഞ്ചായത്തുകളിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെട്ടു. വാഹന ഗതാഗതം വീണ്ടും താറുമാറായി. തീരദേശ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള 4 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന തൃത്താല പാവറട്ടി ശുദ്ധജല പൈപ്പ് പൊട്ടിയാണ് ജലവിതരണം തടസ്സപ്പെട്ടത്. പുന്നയൂർ, പുന്നയൂർകുളം, വടക്കേക്കാട്, കാട്ടകാമ്പാൽ എന്നീ പഞ്ചായത്തുകളിലേക്ക് ജലം എത്തിക്കുന്ന പൈപ്പുകളുടെ ജോയിന്റിലാണ് പൊട്ടൽ സംഭവിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. 40 mm കാസ്റ്റേൺ പൈപ്പുകളാണ് തകർന്നത്. മേഖലയിൽ റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള പൈപ്പ് സ്ഥാപിക്കലും റോഡ് വീതി കൂട്ടലും നടക്കുന്നിടത്താണ് പൈപ്പ് പൊട്ടി വീണ്ടും ഗതാഗതം താറുമാറായത്. പരിഹാര പ്രവൃത്തികൾ തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കൽ ശനിയാഴ്ച വൈകിട്ടോടെയായിട്ടും തീർന്നില്ല. പൊട്ടിയ പൈപ്പുകൾ ഉടൻ മാറ്റി സ്ഥാപിച്ച് മേഖലയിലെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുവാനും ഗതാഗതം സുഗമമാക്കുവാനും നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കഞ്ഞി നൽകാനെത്തിയ സേവാഭാരതി പ്രവർത്തകനെ തെരുവുനായ കടിച്ചു. അഞ്ഞൂർ സ്വദേശി പനങ്ങായിൽ വീട്ടിൽ അപ്പുവിന്റെ മകൻ സുരേഷിനാണ് കടിയേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. രോഗികൾക്ക് കഞ്ഞി നൽകുന്നതിനായി ബൈക്കിൽ വരുന്നതിനിടെ ആശുപത്രി വളപ്പിൽ വെച്ച് പുറകിൽ ഓടിയെത്തിയ നായ സുരേഷിന്റെ കാലിൽ കടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇയാളെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും നടപടിയെടുക്കേണ്ട നഗരസഭ മൗനം പാലിക്കുകയാണെന്നും സേവാഭാരതി കുന്നംകുളം മണ്ഡലം ചുമതല വഹിക്കുന്ന രാജേഷ് മാമ്പുള്ളി കുറ്റപ്പെടുത്തി. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ ബ്ലാങ്ങാട് സ്ഥിതി ചെയ്യുന്ന സബ് സെന്ററിന്റെ ആധാരം ഗ്രാമപഞ്ചായത്തിന് കൈമാറി. സാങ്കേതിക തടസ്സങ്ങൾക്കും നിയമപരമായ നൂലാമാലകൾക്കും ഒടുവിലാണ് ഭൂമി പഞ്ചായത്തിലേക്ക് തിരിച്ചുപിടിക്കാനായത്. വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഫാമിലി വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികളാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലിക്ക് ആധാരം കൈമാറിയത്. 35 വർഷം മുമ്പ് സബ് സെന്റർ നിൽക്കുന്ന സ്ഥലം ഫാമിലി വെൽഫെയർ സെന്റർ എന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് കുഞ്ഞുമൊയ്തീൻ എന്ന വ്യക്തിയിൽ നിന്ന് അന്നത്തെ കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് AC അബൂബക്കർ ഹാജിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ ഭൂമി പഞ്ചായത്തിനോ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ കൈമാറാതെ പോയതുമൂലം ആസ്തികളിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. ഫാമിലി വെൽഫെയർ സെന്റർ കമ്മിറ്റിയുടെ ഭാരവാഹികളിൽ പലരും മരണപ്പെട്ടതുകൊണ്ട് പലതരത്തിലുള്ള സങ്കീർണതകളും പ്രതിസന്ധികളും തരണം ചെയ്താണ് പഞ്ചായത്തിന്റെ പേരിൽ ഇപ്പോൾ സബ് സെന്റർ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അറിയിച്ചു. ഇതോടെ 4-ാം വാർഡിൽ നിന്ന് 27-ാം നമ്പർ അങ്കണവാടിക്ക് 3 സെന്റ് വാങ്ങിയതുൾപ്പെടെ ആകെ 8 സെന്റ് ഭൂമി കടപ്പുറം പഞ്ചായത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാനായി. ബ്ലാങ്ങാട് PVMA LP സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കടപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മുക്കൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, 16-ാം വാർഡ് മെമ്പർ സുനിത പ്രസാദ്, കടപ്പുറം ഹെൽത്ത് ഇൻസ്പെക്ടർ സെബി, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ഗീത, ഫെമി, ഫാമിലി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനറും ആശാവർക്കറുമായ സുലൈഖ സ്വാഗതവും KV ഹക്കീം നന്ദിയും പറഞ്ഞു. ഒരുമനയൂരിൽ യുവാവിനെ സംഘം ചേർന്ന് കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ അവസാന പ്രതിയും അറസ്റ്റിൽ. മന്ദലാംകുന്ന് സ്വദേശി വാഴപ്പുള്ളി വീട്ടിൽ 25 വയസ്സുള്ള നബീലാണ് അറസ്റ്റിലായത്. കൃത്യത്തിനു ശേഷം കുത്തേറ്റ യുവാവിന്റെ ബൈക്കുമായി ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു. തുടർന്ന് വിശാഖപട്ടണം, അജ്മീർ എന്നീ സ്ഥലങ്ങളിൽ ഒളിവിൽ പോയി. ചോദ്യം ചെയ്യലിൽ ബൈക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുണ്ടെന്ന് വ്യക്തമായതോടെ വാഹനം അവിടെ നിന്നും കണ്ടുകിട്ടി. നബീൽ പിടിയിലായതോടെ ഈ കേസിലെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിനായി. ഒരു ജുവനൈലടക്കം 7 പേരാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. ഓഗസ്റ്റ് 26-നാണ് ഒരുമനയൂരിൽ പൊന്നിയത്ത് വീട്ടിൽ 29 വയസ്സുള്ള ഫാലുവിനെ സംഘം കുത്തി പരിക്കേൽപ്പിച്ചത്. കുന്നംകുളം നഗരസഭ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ പരിധിയിലെ 5-7 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മേശ, കസേര എന്നിവ വിതരണം ചെയ്തു. 150 കുട്ടികൾക്കാണ് ആനുകൂല്യം ലഭിച്ചത്. 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. കഴിഞ്ഞ തവണ 61 പേർക്ക് ആനുകൂല്യം നൽകിയത് ഇത്തവണ വർദ്ധിപ്പിച്ചു. നഗരസഭാ ടൗൺഹാളിൽ AC മൊയ്തീൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, കൗൺസിലർമാരായ ഗീത ശശി, മിഷ സെബാസ്റ്റ്യൻ, VK സുനിൽകുമാർ, പട്ടികജാതി വികസന ഓഫീസർ MS ആര്യ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടികജാതി വികസന ഓഫീസ് ജീവനക്കാരായ മിന്ദുഷ, സ്വാതി സോമൻ, ഐശ്വര്യ മഹിത, ജിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി. അനധികൃത കയ്യേറ്റം ആരോപിക്കപ്പെടുന്ന വേലൂർ ഹൈസ്കൂൾ ഗ്രൗണ്ട് അളന്നു തിട്ടപ്പെടുത്തി.
1.25 മീറ്ററോളം കയ്യേറ്റമുണ്ടെന്ന് കണ്ടെത്തി. സർവേ വകുപ്പ് അധികാരികളായ KN രാഖിലിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ഗ്രൗണ്ട് അളന്ന് തിട്ടപ്പെടുത്തിയത്. സ്കൂൾ പ്രിൻസിപ്പൽ രത്നകുമാർ, PTA ഭാരവാഹികൾ, പഞ്ചായത്ത് മെമ്പർ CD സൈമൺ, ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ PL തോബിയാസ്, സാബു കുറ്റിക്കാട്ട്, PB യേശുദാസ്, കുര്യാക്കോസ് ജോൺ, പരമേശ്വരൻ അരുവാത്തോട്ടിൽ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂർ KSRTC ഡിപ്പോയ്ക്ക് പുതിയ മൾട്ടി പർപ്പസ് കെട്ടിട നിർമ്മാണത്തിന് 4 കോടി രൂപയുടെ ഭരണാനുമതിയായി. MLA NK അക്ബറിന്റെ 2024-25, 25-26 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്. കോടികളുടെ വികസന പ്രവൃത്തികൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനൊരുങ്ങി പാറന്നൂർ ചിറ. പാവങ്ങളുടെ വാഴച്ചാൽ എന്നറിയപ്പെടുന്ന ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ ചിറയുടെ നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലെത്തി. ഹാൻഡ് റെയിൽ, ടൈൽ പാകൽ, ചിറയുടെ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്തൽ, കുട്ടികളുടെ പാർക്ക്, കഫ്റ്റീരിയ, മിനി MCF, ടോയ്ലറ്റ് ബ്ലോക്ക്, ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൽ കുട്ടികളുടെ പാർക്കിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി മാത്രമാണ് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത്. നഗരസഞ്ചയിക ഫണ്ടിൽ നിന്നും 1,50,00,000 രൂപ, ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 18 ലക്ഷം രൂപ, പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 18 ലക്ഷം രൂപ എന്നിവ ഉപയോഗിച്ചാണ് ചിറയിലെ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതെന്നും ചിറ സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് സൗന്ദര്യവൽക്കരണം നടത്തിയതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ പറഞ്ഞു. നഗരസഞ്ചയയുടെ ഫണ്ട് 1,50,00,000 രൂപ ഈ നവീകരണത്തിന് വേണ്ടി നഗരസഞ്ചയിക ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ 18 ലക്ഷം രൂപ പാർക്കിന്, കുട്ടികൾക്ക് പാർക്കിന് വേണ്ടി ഇപ്പോൾ പണി തുടങ്ങാൻ പോവുകയാണ് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ. അതുകൂടാതെ തന്നെ നമ്മുടെ മിനി MCF കഫ്റ്റേരിയക്ക് വേണ്ടി നമ്മൾ 12 ലക്ഷം രൂപ അത് ചെലവഴിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇറിഗേഷൻ്റെ ഒരു 7 ലക്ഷം രൂപ ലൈനപ്പ് അടിക്കുന്നതിന് വേണ്ടി ചെലവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 1.5 കോടി രൂപയോളം ഈ ചിറയ്ക്ക് വേണ്ടി, പാറന്നൂർ ചിറയ്ക്ക്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലേക്ക് പാറന്നൂർ ചിറയെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രകൃതി ആസ്വാദനത്തിനും വിനോദത്തിനൊപ്പം ആരോഗ്യ സംരക്ഷണം എന്നതിനും പഞ്ചായത്ത് ഭരണാധികാരികൾ പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായാണ് ചിറയ്ക്ക് സമീപം ഓപ്പൺ ജിം സജ്ജമാക്കിയിട്ടുള്ളത്. പ്രാദേശിക സഞ്ചാരികൾക്ക് പുറമെ മറ്റിടങ്ങളിൽ നിന്നും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്നതാണ് പാറന്നൂർ ചിറ നവീകരണത്തിലൂടെ പഞ്ചായത്ത് അധികൃതർ നൽകുന്ന സന്ദേശം. കുട്ടികളുടെ പാർക്കിലെ ഉപകരണങ്ങളും കളിപ്പാട്ടങ്ങളും സജ്ജമാക്കി ഈ മാസം അവസാനം നവീകരണം പൂർത്തിയാക്കിയ ചിറയുടെ ഉദ്ഘാടനം നടത്തും. ഗുരുവായൂരിൽ 6 പേരെ തെരുവുനായ ആക്രമിച്ച സംഭവം. ഗുരുവായൂർ നഗരസഭാ ഭരണകൂടത്തിന്റെ അനാസ്ഥയാണെന്നാരോപിച്ച് BJP പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി BJP കൗൺസിലർമാർ പ്രതീകാത്മകമായി നായയുടെ പ്രതിമയും ഫസ്റ്റ് എയ്ഡ് ബോക്സും ഓഫീസിൽ സമർപ്പിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി രാജൻ തറയിൽ, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി, കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് K കാളിദാസ്, മനീഷ് കുളങ്ങര, പ്രസന്നൻ വലിയ പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തെരുവുനായക്കൂട്ടം 6 പേരെയാണ് കടിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീയുടെ ചെവി കടിച്ചെടുത്തിരിക്കുന്നു. അപ്പൊ ഇത്തരത്തില് ഗുരുവായൂരിൽ ഇറങ്ങുന്ന നാട്ടുകാർക്കും ഭക്തർക്കും സുരക്ഷയില്ലാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. CPM-കാർ ഭരിക്കുന്ന ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ നാട്ടുകാർക്കോ ഭക്തർക്കോ പോലും പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥാ വിശേഷമാണ് ഇന്നുള്ളത്. ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ഗുരുവായൂര് എന്ത് സുരക്ഷയാണ് ഇവിടുത്തെ നഗരസഭ ഭരിക്കുന്ന ഗുരുവായൂർ നഗരസഭ അധികാരികൾക്ക് കൊടുക്കാനുള്ളത്? കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനശാലകൾ ഗൃഹാങ്കണങ്ങളിലേക്ക് വീട്ടുമുറ്റ സദസ്സുകളുടെ താലൂക്ക് തല ഉദ്ഘാടനം നടന്നു. അഗതിയൂർ വായനശാലയുമായി ചേർന്ന് PR വിഗീഷിന്റെ വീട്ടുമുറ്റത്ത് നടന്ന ആദ്യ സദസ്സ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ തീരുമാനപ്രകാരം ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെയുള്ള ദിവസങ്ങളിലായാണ് എല്ലാ വായനശാലകളിലും വീട്ടുമുറ്റ സദസ്സുകൾ നടത്തുന്നത്.
വായനശാല പ്രവർത്തനങ്ങൾ കൂടുതൽ സർഗാത്മകവും ചലനാത്മകവും കാലോചിതവുമാക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി അംഗത്വ ക്യാമ്പയിൻ, പുസ്തക സമാഹരണം, പ്രാദേശിക എഴുത്തുകാരുടെ സംഗമം, ബാലവേദി, വനിതാവേദി, യുവജനവേദി, വയോജനവേദി തുടങ്ങിയവയുടെ ശാക്തീകരണം എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. സദസ്സിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ടി.കെ. വാസു വിഷയാവതരണം നടത്തി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് വത്സൻ പാറന്നൂർ, പ്രസിഡന്റ് N.B. ബിജു, ടി. രാജഗോപാൽ, ഓമന ബാബു എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP നേതൃത്വത്തിൽ വടക്കേക്കാട് ജനകീയ വിചാരണ സദസ്സ് നടത്തി. പഞ്ചായത്ത് ഗ്യാസ് ക്രിമറ്റോറിയത്തിന്റെ പണി ഉടൻ പൂർത്തീകരിക്കുക, വടക്കേക്കാട് സഹകരണ ബാങ്ക് കൊള്ള അന്വേഷിക്കുക, സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നായരങ്ങാടിയിൽ സംഘടിപ്പിച്ച സദസ്സ് BJP നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് കിളിയമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, പഞ്ചായത്ത് സെക്രട്ടറി സുഭാഷ് വെങ്കളത്ത്, ധനീഷ് താമരശ്ശേരി, ടി. മുകുന്ദൻ, ബാബു വടക്കേക്കാട്, KB സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ ആദ്യത്തെ വ്യാപാര സംഘടനകളിലൊന്നായ ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ 68ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സംഘടനാ രംഗത്ത് വലിയ ഉയർച്ചയിലെത്തിയതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് മേഖലയിലെ കച്ചവടക്കാർ. 1956-ൽ TIE ടൂപ്പ് പ്രസിഡന്റായി 50ഓളം അംഗങ്ങളുമായി ആരംഭിച്ചതായിരുന്നു ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ. അന്ന് ജില്ലയിലെ പ്രധാന അങ്ങാടിയായിരുന്നു ചാവക്കാട്. അരിയായിരുന്നു പ്രധാന കച്ചവടം. കൂടാതെ പലചരക്ക്, തുണിക്കടകൾ എന്നിവയും ചാവക്കാട്ടെ പ്രധാന വ്യാപാരമായിരുന്നു. വാടക കെട്ടിടത്തിൽ ആരംഭിച്ച സംഘടനയ്ക്ക് 1996-ൽ ചാവക്കാട് നഗരത്തിൽ സ്വന്തമായി സ്ഥലം വാങ്ങി. 1998-ൽ 7500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ കെട്ടിടം പണിതീർത്തു. വ്യാപാരികൾക്ക് സാമ്പത്തിക സഹായങ്ങൾക്ക് പരസ്പര സഹായ നിധി ആരംഭിച്ചു. ഒരു സഹകരണ ബാങ്കും സംഘടനയ്ക്കു കീഴിൽ ആരംഭിക്കുവാൻ കഴിഞ്ഞു. ചിട്ടയായ പ്രവർത്തനമാണ് സംഘടനയെ ഈ രീതിയിലുള്ള വളർച്ചയിലെത്തിച്ചതെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് പറഞ്ഞു. ഈ രീതിയിൽ തന്നെ സംഘടന വ്യാപാരി സമൂഹത്തിനും പൊതുസമൂഹത്തിനും ഒരുപോലെ ഗുണപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിനെല്ലാ വ്യാപാരി സുഹൃത്തുക്കളുടെയും നല്ലവരായ നാട്ടുകാരുടെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുടെയും ഒക്കെ പിന്തുണ ഞങ്ങൾക്ക് എന്നും ഉണ്ടായിട്ടുണ്ട്. തുടർന്നും അത്തരത്തിലുള്ള പിന്തുണ ഉണ്ടാകണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് 750-ൽ പരം അംഗങ്ങളുള്ള സംഘടനയ്ക്ക് 10 കോടിയുടെ ആസ്തി ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു. ചാവക്കാട് നഗരത്തിന്റെ വളർച്ചയിൽ പങ്കാളിയാകാൻ സംഘടനയ്ക്ക് സാധിച്ചു. 2011 മുതൽ KV അബ്ദുൾ ഹമീദാണ് സംഘടനയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനം സംഘടനയെ കൂടുതൽ ഉയർച്ചയിൽ എത്തിക്കുവാൻ സഹായിച്ചെന്ന് സംഘടന ജനറൽ സെക്രട്ടറി ജോജി തോമസ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് 13 വർഷം മുന്നേ ചാവക്കാട് മർച്ചൻസ് അസോസിയേഷൻ്റെ കീഴിൽ വ്യാപാരി വ്യവസായി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ് ഒരു സഹകരണ സംഘം ആരംഭിച്ചത്. 1000-ലധികം പേർ ഇന്ന് അതിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്. വ്യാപാരികളെ അമിത പലിശയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം തുടങ്ങിയതാണ് ഈ സൊസൈറ്റി. ഇന്ന് കോടിക്കണക്കിന് രൂപ വ്യാപാരികൾക്ക് മിതമായ നിരക്കിൽ വായ്പ കൊടുക്കാൻ ഈ സൊസൈറ്റി മുഖേന സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ ആരംഭിക്കുന്ന വാർഷിക യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. റോഡിനോട് ചേർന്നുള്ള കാന നിർമ്മാണം പരാതി നൽകിയിട്ടും നടപടിയില്ല. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രതിഷേധിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ നിന്നും മലങ്കര ആശുപത്രിയിലേക്ക് തിരിയുന്ന ഭാഗത്ത് വൺ വേ റോഡിനോട് ചേർന്ന് നിർമ്മിക്കുന്ന കാന പുറമ്പോക്ക് ഭൂമിയിലേക്ക് മാറ്റി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടും പഴയ സ്ഥലത്ത് തന്നെ ധിക്കാരപരമായി കാന നിർമ്മാണം തുടരുന്ന നടപടിയിലാണ്. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതെന്ന് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു. പ്രസിഡന്റ് CB രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം DCC പ്രസിഡന്റ് ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ സെക്രട്ടറി KV ഗിവർ, ചോവനൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CP ജോസ്, നെൽസൺ ഐപ്പ്, ലബീബ് ഹസൻ, ജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ്, പോസ്റ്റൽ ഫോറം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആധാർ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആധാർ ക്യാമ്പ് കുന്നംകുളം നഗരസഭാ കൌൺസിലറും പോസ്റ്റൽ ഫോറം കൺവീനറുമായ ലബീബ് ഹസൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അടിസ്ഥാന രേഖകളിലൊന്നാണ് ആധാർ എന്ന് പറയുന്നത്. 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ മുതൽ മുഴുവൻ ആളുകൾക്കും ആധാർ നിർബന്ധമായ ഈ കാലഘട്ടത്തിൽ 10 വർഷം കൂടുമ്പോൾ അത് പുതുക്കണം എന്നുള്ളത് പോലും പല ആളുകൾക്കും അറിവില്ലാത്ത കാര്യങ്ങളാണ്. അക്ഷയ കേന്ദ്രങ്ങളിലും ജനസേവന കേന്ദ്രങ്ങളിലുമാണ് നമ്മളിതിലൊക്കെ ഈ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ സഹായം തേടുന്നത്. പക്ഷേ പോസ്റ്റ് ഓഫീസ് പോലെയുള്ള കേന്ദ്രങ്ങളിൽ ഇന്ത്യക്കകത്ത് മുഴുവൻ പോസ്റ്റ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള സേവനങ്ങളുണ്ട് എന്നുള്ളത് കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ക്യാമ്പ്. പോസ്റ്റ് മാസ്റ്റർ രേഷ്മ ബിന്ദു അധ്യക്ഷയായി. പോസ്റ്റൽ ഫോറം അംഗങ്ങളായ KC റിജ് മാസ്റ്റർ, ജിനീഷ് തെക്കേക്കര, കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയിക്കൽ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർ മഹേഷ് മോഹൻ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് MV ഡാലിഷ് എന്നിവർ സംസാരിച്ചു. പുതിയ ആധാർ കാർഡ് എടുക്കൽ, ജനനത്തീയതി ചേർക്കൽ, വിലാസം തിരുത്തൽ, ഫോൺ നമ്പർ ചേർക്കൽ, ഫോട്ടോ പുതുക്കൽ, ബയോമെട്രിക് അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങളാണ് ക്യാമ്പിന്റെ ഭാഗമായി നടന്നത്. കൂടാതെ തപാൽ വകുപ്പിന്റെ കീഴിൽ നൽകിവരുന്ന ബാങ്കിംഗ്, ഇൻഷുറൻസ് സേവനങ്ങളെയും ക്യാമ്പിൽ പരിചയപ്പെടുത്തി. രാവിലെ 9 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 4 മണി വരെ നടന്ന ക്യാമ്പിൽ 300-ലേറെ പേർ സേവനങ്ങൾ സ്വീകരിച്ചു. കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലെയും ഗുരുവായൂർ സബ് ഡിവിഷന് കീഴിലെയും 20ഓളം തപാൽ വകുപ്പ് ജീവനക്കാർ ക്യാമ്പിന് നേതൃത്വം നൽകി. കുന്നംകുളത്ത് നടക്കുന്ന 69ാമത് സംസ്ഥാന സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനോടനുബന്ധിച്ച് നടന്ന അമേരിക്കയിൽ നിന്നുള്ള റിച്ചാർഡ് ലീ ബ്രൂക്സിന്റെ ക്ലാസ് ശ്രദ്ധേയമായി. താരങ്ങൾക്കും പരിശീലകർക്കുമായാണ് ക്ലാസ് ഒരുക്കിയത്. യൂത്ത് ബാസ്കറ്റ്ബോൾ വികസനത്തിലും പ്രൊമോഷനിലും സ്പെഷ്യലൈസ് ചെയ്ത അദ്ദേഹം 1996 മുതൽ 97 വരെ ഓസ്ട്രിയയിലെ കോച്ച് ഓഫ് ദി ഇയർ ആയും 2 വർഷം USA കോച്ച് ഓഫ് ദി ഇയർ ആയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് ഒക്ടോബർ 11-12 തീയതികളിൽ ജവഹർ സ്ക്വയറിൽ സംസ്ഥാന സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനോടനുബന്ധിച്ചാണ് നടക്കുന്നത്. കോച്ചിംഗ് പൂൾ വർദ്ധിപ്പിക്കുന്നതിനായുള്ള കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ ശ്രമം കൂടിയായിരുന്നു ഇത്. തൃശൂർ 24 കേരള ബറ്റാലിയന്റെ കീഴിലുള്ള മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗാന്ധി ജയന്തി വാരാഘോഷം സമാപിച്ചു. കേച്ചേരി പുഴയുടെ ഭാഗമായ ആളൂർ പാലവും പരിസരവും വൃത്തിയാക്കൽ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഓഫീസ് മുതൽ മറ്റം സ്കൂൾ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യം നീക്കം ചെയ്യൽ, ശുചിത്വ ബോധവൽക്കരണ കൂട്ടയോട്ടം, സൈക്കിൾ റാലി, പുഴ സംരക്ഷണ പ്രതിജ്ഞ തുടങ്ങിയ വിവിധ പരിപാടികളാണ് വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. വാരാഘോഷ സമാപനം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ബാലചന്ദ്രൻ, മേജർ PJ സ്റ്റൈജു, പ്രിൻസിപ്പാൾ സന്തോഷ് T. ഇമ്മട്ടി, ഹവിൽദാർ മഞ്ജിത് സിംഗ്, മുൻ NCC ഓഫീസർ KB ഫ്രെഡി എന്നിവർ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. സീനിയർ അണ്ടർ ഓഫീസർ അഭിജിത്ത് മോഹൻ, ശിവമല്ലി, സീനിയർ കേഡറ്റുകളായ CM മുഹമ്മദ്, CS ആദിത്യൻ, ഇസബൽ ജോസ്, സന മരിയ, ഗ്രേസ് ജോഷി എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി പഞ്ചായത്തിലെ കൗക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ ALP സ്കൂൾ 100ാം വാർഷികം ശതപൂർണിമ എന്ന പേരിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9:30 ശതപൂർണിമയുടെ ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഉദ്ഘാടനവും മന്ത്രി MB രാജേഷ് നിർവഹിക്കും. അനുപമ IAS മുഖ്യാതിഥിയായി പങ്കെടുക്കും. ക്ലാസുകളിലെ സ്മാർട്ട് TV ഉദ്ഘാടനം ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ നിർവഹിക്കും. ത്രിതല തദ്ദേശ സാരഥികളും വിദ്യാഭ്യാസ പ്രവർത്തകരും പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12-ന് പ്രമുഖ മജീഷ്യൻ M. അബൂബക്കർ മാജിക് ഷോ അവതരിപ്പിക്കും. ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ പ്രിയങ്കരനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ആ ചടങ്ങിൽ തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തന രംഗത്ത് നമുക്ക് വളരെ ശ്രദ്ധേയമായ, ഞാൻ പറഞ്ഞ സ്റ്റേറ്റിലുള്ള ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം നടത്തിയത് അന്ന് തന്നെ നമ്മുടെ നാട്ടുകാരി കൂടിയായ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയ അനുപമ മാഡം അവരന്ന് തന്നെ എപ്പോഴെങ്കിലും സ്കൂളിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് അവരും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. 2 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. കലാപരിപാടികളും അരങ്ങേറും. വിരമിച്ച അധ്യാപകരെ ആദരിക്കും. 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ ആധുനിക അടുക്കള, ഓഡിറ്റോറിയം, സോളാർ എനർജി, IT ലാബ് നവീകരണം,
ക്ലാസുകളിൽ സ്മാർട്ട് TV, ഡിജിറ്റൽ ബോർഡ് തുടങ്ങിയ 30 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് സ്കൂൾ ഭാരവാഹികളായ ബാബു നാസർ, M. അബൂബക്കർ, ഫൈസൽ മാസ്റ്റർ, ഷമീർ തച്ചറായിൽ, AM നൌഷാദ് എന്നിവർ അറിയിച്ചു. തൊഴിയൂർ CMUP സ്കൂളിലെ കലോത്സവം വർണ്ണാഭമായി. മൃദംഗ് 2025 എന്ന പേരിൽ നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ സുഹറ ഹംസമോൻ നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് വിജി വില്യംസ് അധ്യക്ഷയായി. കലാഭവൻ ബാദുഷ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് TB രമേശ്, MPTA പ്രസിഡന്റ് ആശാ ഷിബു, സുനിൽ തൊഴിയൂർ എന്നിവർ സംസാരിച്ചു. കലാഭവൻ ബാദുഷ കുട്ടികൾക്കായി നാടൻപാട്ടും മിമിക്രിയും അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ സുഹറ ഹംസമോൻ കലാഭവൻ ബാദുഷയ്ക്ക് സ്കൂളിന്റെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. അധ്യാപകരായ CGAL, ജിഷ പോൾസൺ എന്നിവർ നേതൃത്വം നൽകി. ഓപ്പൺ നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നേട്ടം കൊയ്ത് സഹോദരങ്ങൾ. തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ പൃഥ്വിദേവ്, ഹർഷിക എന്നിവരാണ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അഭിമാന നേട്ടം കരസ്ഥമാക്കിയത്. സെപ്റ്റംബർ 27-28 തീയതികളിലായി കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഓപ്പൺ നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ അണ്ടർ 12 വിഭാഗം 30 കാറ്റഗറിയിൽ ഹർഷിക സ്വർണവും, അണ്ടർ 14 വിഭാഗം 30 കാറ്റഗറിയിൽ പൃഥ്വിദേവ് വെങ്കലവും നേടിയാണ് അഭിമാന നേട്ടം കൈവരിച്ചത്. തൃശൂർ വടക്കേ സ്റ്റാൻഡ് ബ്രൈവ് ബ്രദേഴ്സ് ഫൈറ്റേഴ്സ് അക്കാദമിയിലെ കോച്ച് സന്ദീപ് ലാലിന്റെ ശിക്ഷണത്തിലാണ് ഇരുവരും കിക്ക് ബോക്സിംഗിൽ പരിശീലനം തേടുന്നത്. പരിശീലനം ആരംഭിച്ച് കേവലം 6 മാസം പിന്നിടുമ്പോഴാണ് ദേശീയ തലത്തിലുള്ള ആദ്യ മത്സരത്തിനിറങ്ങിയ ഇരുവരും മെഡൽ നേട്ടത്തിന് അർഹരായത്. ആദ്യമായി മത്സരിക്കാനിറങ്ങി സ്വർണവും വെങ്കലവുമായി തിരിച്ചെത്തിയ പൃഥ്വിദേവും ഹർഷികയും വലിയ സന്തോഷത്തിലാണ്. മത്സരത്തിലെ പരിചയക്കുറവാണ് പൃഥ്വിദേവിന് തിരിച്ചടിയായത്. അടുത്ത തവണ അനുജത്തിയെപ്പോലെ സ്വർണ്ണ നേട്ടം കൊയ്യാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് പൃഥ്വി. ഓപ്പൺ നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്. എവിടെ രണ്ടാളും പഠിക്കുന്നത്? കാൽഡിയൻ സിറിയ. അപ്പൊ അവിടെ മാഷ് വന്നിട്ട് പഠിപ്പിക്കാം. വേറെ ഏതെങ്കിലും ആയോധനകലകൾ പഠിക്കണം? അവിടെ തന്നെ ഈ മുയ്ത്തായി, വുഷു, MMA അങ്ങനെ എല്ലാം ഉണ്ട്. അല്ല, മുയ്ത്തായിക്കൊക്കെ പോയാൽ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള കളിയാ. ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ആദ്യം കിക്ക് ബോക്സിങ്ങിന് ഇതിന് പോയി നോക്കി. അതിനുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലാതെ മാറി തുടങ്ങി. കൂടുതൽ അച്ചടക്കത്തോടെ പരിശീലനം തുടർന്ന് അടുത്ത മത്സരങ്ങളിലും വിജയക്കുതിപ്പ് തുടരാനാണ് 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ പൃഥ്വിദേവിന്റെയും 5ാം ക്ലാസ്സുകാരി ഹർഷികയുടെയും ലക്ഷ്യം. കൊച്ചിൻ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ സുരേഷിന്റെയും എഴുത്തുകാരി നയന വൈദേഹിയുടെയും മക്കളാണ് പൃഥ്വിദേവും ഹർഷികയും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിൽ സെൽ നേതൃത്വത്തിൽ മിനി ദിശ സംഘടിപ്പിച്ചു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സ്പോ സംഘടിപ്പിച്ചത്. CG&AC ഒരുക്കിയ 15 സ്റ്റാളുകൾ കൂടാതെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മറ്റു തൊഴിൽ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളിലായി 21ഓളം വിഷയങ്ങളാണ് ഒരുക്കിയത്. കുട്ടികൾക്കായി KDAT അഭിരുചി പരീക്ഷയും കരിയർ കൗൺസിലിംഗും ഉണ്ടായി. 2000ഓളം വിദ്യാർത്ഥികൾ മിനി എക്സ്പോ കാണാനെത്തി. CG&AC ജില്ലാ കോർഡിനേറ്റർ പ്രകാശ് ബാബു PD, ജോയിന്റ് കൺവീനർ MU ബിനോജ്, ചാവക്കാട് എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് കൺവീനർ പ്രിയ G, ഹയർ സെക്കൻഡറി അക്കാദമിക് അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജയറാം സന്തോഷ്, ഡോക്ടർ KC ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ CM ബിജു, PH മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി. CGSE ഒരുക്കിയിട്ടുള്ള 15 സ്റ്റാളിൽ കൂടാതെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മറ്റു തൊഴിൽ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ ഇതിൻ്റെ ഭാഗമായി ഇവിടെ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി 10,000-നും 20,000-നും ഇടയിലുള്ള കുട്ടികളുടെ പ്രാതിനിധ്യമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്.
വലിയ തോതിൽ കുട്ടികൾ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക്കും അധ്യാപകരും എല്ലാം വളരെ തുറന്ന മനസ്സോടു കൂടിയാണ് ഈ സംവിധാനം ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ പേരാമ്പ്രയിലെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് കെ രഞ്ജിത്തിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി CS സൂരജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഋഷി ലാസർ, നിയോജക മണ്ഡലം സെക്രട്ടറി VS നവനീത്, KB സുബീഷ്, പ്രതീഷ് ഓടാട്ട്, മിഥുൻ പൂക്കൈതക്കൽ, സ്റ്റാൻജോ സ്റ്റാൻലി തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് രാകേഷ്, സമീർ KV, അക്ഷയ് മുരളീധരൻ, അൻസാർ, യദുകൃഷ്ണൻ, അതുൽദാസ് എന്നിവർ നേതൃത്വം നൽകി. SKSSF പെരുമ്പിലാവ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി. കടവല്ലൂർ ഹൈസ്കൂൾ സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച റാലി കല്ലുംപുറം സെന്ററിൽ സമാപിച്ചു. സമസ്ത തൃശൂർ ജില്ലാ മുശാവറ അംഗം ഉസ്താദ് സിദ്ദിഖ് ബദരി ഉദ്ഘാടനം ചെയ്തു. CM അഷ്റഫ് മൗലവി പൊന്നാനി മുഖ്യപ്രഭാഷണം നടത്തി. SKSSF സംസ്ഥാന കൗൺസിലറും ജില്ലാ വൈസ് പ്രസിഡന്റുമായ നാസർ കടവല്ലൂർ അധ്യക്ഷത വഹിച്ചു. KK സുലൈമാൻ ദാരിമി, നവാസ് റഹ്മാനി, ജില്ലാ കൗൺസിലർ നവാസ് ഹുദവി, PM സുഹൈൽ അസ്ഹരി, മേഖലാ ട്രഷറർ സൈഫുദ്ദീൻ, വൈസ് പ്രസിഡന്റ് അസ്ലം, ജോയിന്റ് സെക്രട്ടറി ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. മേഖലാ ജനറൽ സെക്രട്ടറി അബു സൂഫിയാൻ സ്വാഗതവും മേഖലാ പ്രസിഡന്റ് റബി വാഫി നന്ദിയും പറഞ്ഞു. പുന്നയൂർ പഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കൂടെ 2025 എന്ന പേരിൽ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, 4ാം വാർഡ് മെമ്പർ സെലീന നാസർ, CDS ചെയർപേഴ്സൺ അനിത സുരേഷ് എന്നിവർ സംസാരിച്ചു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 7 തൊഴിൽദാതാക്കളും 126 ഉദ്യോഗാർത്ഥികളും മേളയിൽ പങ്കെടുത്തു. 71 ഉദ്യോഗാർത്ഥികളെ നേരിട്ട് തെരഞ്ഞെടുക്കുകയും 47 പേർ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു. ശബരിമലയെ സർക്കാരും ദേവസ്വം ബോർഡും കൊള്ളയടിക്കുന്നുവെന്നാരോപിച്ച് പുന്നയൂർകുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PP ബാബു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക്, മണ്ഡലം, വാർഡ് ഭാരവാഹികൾ നേതൃത്വം നൽകി. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SDPI ചൊവ്വന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി ബഹുജന റാലിയും പലസ്തീൻ സംഗമവും നടത്തി. പഴുന്നാന കിഴക്കുമുറി സെന്ററിൽ നിന്നും സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് പേർ അണിനിരന്ന റാലി ജുമാ മസ്ജിദ് പള്ളി പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പലസ്തീൻ സംഗമം SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് ഉസ്താദ് യൂസഫ് അലി, മണ്ഡലം സെക്രട്ടറി AM മുഹമ്മദ് സലീം, പ്രസിഡന്റ് VS അബൂബക്കർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റാഫി താഴത്തേതിൽ, പഞ്ചായത്ത് മെമ്പർമാരായ KM ഷഫീദ്, ഷാമില കബീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 178 രൂപ. ചരമം കടങ്ങോട് ഒഴിച്ചിരിഞ്ഞാലിൽ രവീന്ദ്രൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. രാജേഷ്, രേഷ്മ എന്നിവർ മക്കളാണ്. എടക്കര എടക്കാട് മോഹൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുനിത ഭാര്യയും മിഥുൻ, സ്നേഹ എന്നിവർ മക്കളുമാണ്. ചിറ്റാട്ടുകര പുലിക്കോട്ടിൽ റപ്പായി ഭാര്യ റോസ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരിയിൽ നടത്തി. പരേതയായ ജെസി, സിസിലി, വർഗീസ്, പരേതയായ അന്നക്കുട്ടി, റീന, സിസ്റ്റർ സോണി മരിയ എന്നിവർ മക്കളാണ്. തയ്യൂർ വടക്കേ ചെമ്പ്ര വീട്ടിൽ കൃഷ്ണകുമാർ നായർ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തയ്യൂർ 3ാം വാർഡ് ആശാവർക്കർ ഗീതയാണ് ഭാര്യ. വിഷ്ണു മകനാണ്. ദീർഘകാലം CPM കടപ്പുറം ലോക്കൽ സെക്രട്ടറിയും തൊട്ടാപ്പ് സുനാമി കോളനിക്ക് സമീപം താമസക്കാരനുമായ KV ഷാഹു നിര്യാതനായി. 73 വയസ്സായിരുന്നു. ഖബറടക്കം ബ്ലാങ്ങാട് കാട്ടിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. നഫീസ ഭാര്യയാണ്. ഷാജി, ഷമീറ, ഷെഫീഖ്, റെജീന എന്നിവർ മക്കളാണ്.
ഒരിക്കൽ കൂടി പ്രധാന വാർത്തയിലേക്ക്. കടവല്ലൂർ കല്ലുംപുറത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ചാലിശ്ശേരി ചീരൻ വീട്ടിൽ 58 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. സംഭവത്തിൽ കാൽനടയാത്രക്കാരി സുബിതയ്ക്കും പരിക്ക്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ പോലീസ് ആക്രമണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. എരുമപ്പെട്ടിയിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. പന്നിത്തടത്തും പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. സമരത്തിനിടയിലേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റിയതും സംഘർഷത്തിനിടയാക്കി. അക്കിക്കാവ് പഴഞ്ഞി റോഡ് ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി തീരദേശ പഞ്ചായത്തുകൾ ഉൾപ്പെടെ 4 തദ്ദേശ സ്ഥാപന പരിധിയിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെട്ടു. വാഹന ഗതാഗതം വീണ്ടും താറുമാറായി. കോടികളുടെ വികസന പ്രവൃത്തികൾ പൂർത്തിയായതോടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഒരുങ്ങി പാറന്നൂർ ചിറ. പാവങ്ങളുടെ വാഴച്ചാൽ എന്നറിയപ്പെടുന്ന ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ ചിറയുടെ നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.